നമസ്കാരം. കേരളത്തിൻ്റെ 3 പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് 2000 കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വിഴിഞ്ഞം തീരത്തെത്തിച്ചു. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. വിവിധ ടക്കുകളാണ് കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കുന്നത്. തുറമുഖ പൈലറ്റ് ടഗിലേക്ക് കയറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ മദർഷിപ്പ് തുറമുഖത്തേക്ക് എത്തിച്ചേരുക. 9 മണിയോടെ ബർത്തിങ് നടപടികളൊക്കെ ആരംഭിച്ചു. 110ലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന മെസ്കിൻ്റെ മദർഷിപ്പാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയപ്പെടുന്ന കപ്പൽ. കഴിഞ്ഞ ദിവസം രാത്രി വിഴിഞ്ഞം പുറങ്കടലെത്തിയ സാൻ ഫെർണാണ്ടോ കപ്പൽ പുലർച്ചെ 6 മണിയോടുകൂടി 4 നോട്ടിക്കൽ മൈൽ അടുപ്പിച്ചിരുന്നു. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് കൂറ്റൻ വടം ഉപയോഗിച്ച് കപ്പലിനെ ബർത്തിൽ ബന്ധിപ്പിക്കുന്ന മൂറിംഗ് തുടങ്ങിയത്. തുറമുഖത്തെ 800 മീറ്റർ ബർത്തിൻ്റെ മധ്യഭാഗത്തെ 300 മീറ്ററിലാവും ഈ അമ്മക്കപ്പൽ നങ്കൂരമിടുക. അതിനുശേഷം ഓട്ടോമാറ്റഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് 1500ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കും. മദ്രാസ് IIT വികസിപ്പിച്ച വെസൽ ട്രാഫിക് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെൻറ്ററിനാണ് ഇതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യും മുമ്പ് സർവ്വ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കുകയും ചെയ്യും. ഇതൊക്കെ പറയുമ്പോഴും സ്വപ്ന പദ്ധതി എന്ന് പറയപ്പെടുന്ന യാഥാർത്ഥ്യമാകുമ്പോഴാണ് വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി രാഷ്ട്രീയ കോമാളികൾ ഇങ്ങനെ കച്ചകെട്ടി അംഗം വിട്ടുന്നത്. കഷ്ടം എന്നേ പറയുന്നു. കേരളത്തിൻ്റെ സിംഗപ്പൂരായി വിഴിഞ്ഞം മാറുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഇവർ ആറുമല്ല, സർ CP രാമസ്വാമിയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന അതേ സർ CP ജനാധിപത്യത്തോട് ഒട്ടും മതിപ്പില്ലാത്ത തികഞ്ഞ ഏകാധിപതിയായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രം വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് CPക്ക് നേരെ വധശ്രമം അടക്കമുണ്ടാവുകയും അദ്ദേഹം പലായനം ചെയ്യാൻ നിർബന്ധനാവുകയും ചെയ്തു എന്ന് പറയുന്നത് ചരിത്രമാണ്. പള്ളിവാസൽ, പീച്ചിപ്പാറ ഉൾപ്പെടെ തിരുവിതാംകൂറിൽ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ, പെരിയാർ വന്യമൃഗ സംരക്ഷണം, തിരുവനന്തപുരം കന്യാകുമാരി റോഡ് അത് ദേശസാൽക്കരിക്കുന്നു. രാജ്യത്ത് ആദ്യമായി 88 മൈൽ ദൂരം തിരുവനന്തപുരം കന്യാകുമാരി റോഡ് ഉണ്ടാക്കുന്നു. റബ്ബർ ടാറിംഗ് ഉണ്ടാക്കുന്നു. പാവപ്പെട്ട കുട്ടികൾക്കായിട്ട് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി, പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറായി മാറിയ ട്രാവൻകൂർ ബാങ്ക്, ആലുവ അലുമിനിയം ഫാക്ടറി, FACT, തിരുവിതാംകൂർ സിമെൻറ്റ് ഫാക്ടറി, ടൈറ്റാനിയം, ട്രാവൻകൂർ റയോൺസ്, പിന്നീട് കേരള സർവകലാശാലയായിട്ട് മാറിയിട്ടുള്ള ട്രാവൻകൂർ സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗജന്യമായ നിർബന്ധിത വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങി ആധുനിക തിരുവിതാംകൂറിൻ്റെ അടിത്തറയിട്ട ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് സർ CP എന്ന് പറയപ്പെടുന്ന വ്യക്തി തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു വിഴിഞ്ഞം പദ്ധതിയിലേക്കും അദ്ദേഹം തിരിഞ്ഞത് എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് അതേപ്പറ്റി പഠിക്കുവാൻ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറെ സർ CP വരുത്തി. ആ റിപ്പോർട്ട് പ്രകാരം കൂടുതൽ വിദഗ്ധനായിട്ടുള്ള ഒരു എഞ്ചിനീയർ പിന്നീട് വരികയും ചെയ്തു. ആ വിദഗ്ധനെ സഹായിക്കാൻ ചുമതലപ്പെട്ടത് അന്നത്തെ തിരുവിതാംകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, അതായത് ഇന്നത്തെ നമ്മുടെ CET എന്ന് പറയുന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള തിരുവനന്തപുരത്തെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിൽ അതിൻ്റെ കീഴിലുള്ള എയർപോർട്ട് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന G. ഗോവിന്ദൻ മേനോൻ എന്നുള്ള ആളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വിഴിഞ്ഞം കടലും ചുറ്റുപാടുമുള്ള കരയും സംബന്ധിച്ചുള്ള പഠനം മാസങ്ങളോളം നീണ്ടതായിട്ട് ഇപ്പോൾ 102 വയസ്സുള്ള ഗോവിന്ദ മേനോൻ ഒരു മാധ്യമത്തിലൂടെ പറയുന്നുണ്ട്. ഓർമ്മയായി വെള്ളയാണി തടാകത്തെപ്പറ്റിയും അന്ന് പഠനം നടത്തിയെന്നും വള്ളങ്ങളിലും ബോട്ടിലും കാൽനടയുമായിട്ടൊക്കെ വിദഗ്ധരോടൊപ്പം പ്രവർത്തിച്ചതുമൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ആ മാധ്യമത്തിന് വേണ്ടിയിട്ട്. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന കപ്പലുകൾക്ക് ശുദ്ധജലം കിട്ടാനുള്ള കേന്ദ്രമായി വെള്ളയാണി തടാകം വികസിപ്പിക്കുവാൻ കഴിയുമെന്നായിരുന്നു ആ വിദഗ്ധന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അക്കാലത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഒരു എയർപോർട്ട് ഡിവിഷൻ തന്നെ ഉണ്ടായിരുന്നു. ആ വകുപ്പിന് കീഴിൽ വിഴിഞ്ഞം ഹാർബർ പ്രത്യേക വിഭാഗം 1946 സ്ഥാപിതമായി. പഠന വിവരങ്ങൾ ബ്രിട്ടനും അന്നത്തെ സർക്കാരിനും കൈമാറി. തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചപ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും രാജഭരണം ജനാധിപത്യത്തിന് വഴിമാറുകയും ചെയ്തു. തിരുക്കൊച്ചിയിൽ നിലവിലുള്ള കൊച്ചി തുറമുഖത്തെ വെല്ലുവിളിക്കുവാൻ ഒരു പുതിയ തുറമുഖം ആവശ്യമില്ലെന്ന ആശയം ശക്തമായതോടെ വിഴിഞ്ഞം തുറമുഖ ഓഫീസ് പൂട്ടിക്കെട്ടുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയായി പൂർണ്ണ സജ്ജമാകുന്നതോടെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കുവാൻ സാധ്യതയുള്ള തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. നല്ലത്. വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് അന്താരാഷ്ട്ര കപ്പൽച്ചാലുള്ളത്. ഇത് തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. കേരളത്തിലെ പ്രധാന തുറമുഖമായ കൊച്ചിക്ക് പോലും ഈയൊരു മുൻതൂക്കമില്ല എന്നുള്ളതാണ്. തലസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നമാണ് വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയിലേക്കുള്ള 90% ചരക്ക് കപ്പലുകളും കടൽ മാർഗമാണ് വരുന്നത്. ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുവാനുള്ള വലിയ കേവ് ഭാരമുള്ള കപ്പലുകൾ അടക്കുന്ന ഒരു തുറമുഖവും വിഴിഞ്ഞം പോലെ ഇന്ത്യയിൽ ഇന്നില്ല. 24,000 കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളുന്ന വലിയ വലിയ കപ്പലുകളാണ് ലോകത്തെ സമുദ്രങ്ങളെ അടക്കി ഭരിക്കുന്നത്. അതിലൊരു കപ്പലിനും കയറാൻ ഇന്ത്യയിലെ ഇതര തുറമുഖങ്ങളിലാവില്ല. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വരുന്ന ചരക്കുകളുടെ നല്ലൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നതിന് വിഴിഞ്ഞം കടപ്പുറം അല്ലെങ്കിൽ വിഴിഞ്ഞം കഴിയുമെന്ന്. അത് നിലവിൽ അതിനുള്ള സൗകര്യമില്ലാത്തതിനാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളംബോയും സിംഗപ്പൂരും ദുബായിയും സലാലയുമാണ്.
ഈ തുറമുഖങ്ങളിൽ വരുന്ന വൻ കപ്പലുകളിൽ നിന്ന് ഇറക്കി വെച്ച കണ്ടെയ്നറുകളാണ് ചെറിയ കപ്പലുകളിൽ ഇന്ത്യൻ തുറമുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ പ്രക്രിയയ്ക്ക് വേണ്ടി ഒരു വർഷം ആയിരക്കണക്കിന് കോടി രൂപ രാജ്യത്തിന് ചിലവാക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായിട്ടുള്ള മെർസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് 11-ാം തീയതി വിഴിഞ്ഞത്ത്, അതായത് ഇന്ന് തീരത്തെത്തുകയാണ്. ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട 8,000 മുതൽ 9,000 TEU വരെ ശേഷിയുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്നുള്ള 2,000 കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞത്തിറക്കുകയും ചെയ്തു. ഈ ട്രയൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 3 മാസം വരെ തുടരും. ഈ സമയത്ത് തുറമുഖത്ത് വലിയ കപ്പലുകളൊക്കെ വരും. കമ്മീഷൻ കഴിയുന്നതോടുകൂടി ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികളൊക്കെ തുറമുഖത്ത് എത്തിച്ചേരും. വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും. പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിൻ്റെ വിവിധ തുറമുഖങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. നിലവിൽ കൊളംബോ വഴി ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ചരക്ക് നീക്കം ഇനി വിഴിഞ്ഞം വഴിയാണ് ഈ മെർസ്കിൻ്റെ തീരുമാനം. അങ്ങനെ ആക്കാനാണ് തീരുമാനം. മറ്റ് പ്രമുഖ കമ്പനികളുമൊക്കെ ഈ മാർഗം സ്വീകരിക്കാനാണ് ഇപ്പോൾ സാധ്യത. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായിട്ടുള്ള MSCയുടെ മദർഷിപ്പും ഈ മാസം തന്നെ വിഴിഞ്ഞത്തെത്തുന്നുണ്ട്. ഒരു ദശാബ്ദത്തിലേറെയായി മുടങ്ങിയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കിയത്, ദേശീയപാത വികസനം, പവർ ഹൈവേ, ദേശീയ ജലപാത, കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ എന്നിവയ്ക്ക് പിന്നാലെ LDF സർക്കാരിൻ്റെ വികസനത്തിൻ്റെ പുതിയ ഉദാഹരണമായിട്ട് വിഴിഞ്ഞം വരുന്ന ആളുകളിൽ വിലയിരുത്തപ്പെട്ടേക്കാം. മന്ത്രി VN വാസവനിലേക്ക് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖ വകുപ്പ് കൈമാറിയത് ഇത് സംബന്ധിച്ച CPMൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. കടൽ കരയിലേക്ക് ഇരിച്ചു കയറി വരുന്നതും വീടുകളെ അപ്പാടെ വലിച്ചെടുത്തു പോകുന്നതും കേരളത്തിലെ കടൽത്തീരങ്ങളിലെ നിത്യ കാഴ്ചകളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 5-10 വർഷങ്ങൾക്കിടയിലാണ് തീരശോഷണവും കടലാക്രമണവും ഒക്കെ ഇത്രമാത്രം രൂക്ഷമായത്. വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതോടെ ഓരോ വർഷവും കടലെടുക്കുന്ന വീടുകളുടെ എണ്ണം വൻതോതിൽ ഉയർന്നത് എന്ന ആക്ഷേപമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത് എന്ന് പറയപ്പെടുന്നു. വിഴിഞ്ഞം പദ്ധതിയാണോ അതോ കാലാവസ്ഥാ വ്യതിയാനമാണോ ഇത്തരമൊരു വൻപിച്ച തീരശോഷണത്തിന് കാരണമെന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഒരു മഴക്കാലത്തും കടൽ കരയെടുക്കുന്നതിൻ്റെ അളവ് കൂടി വരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. അത് പറയാതിരിക്കാനും കഴിയില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ SRCPയുടെയും പുന്നപ്ര വയലാർ ഉൾപ്പെടെയുള്ള സമരത്തിലൂടെ CPക്കെതിരെ രക്തരൂഷിത പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഇടത് കക്ഷികളും വിഴിഞ്ഞം വികസനത്തിൽ ഒരേ സ്വപ്നം കാണുന്നുവെന്ന വൈരുദ്ധ്യവുമുണ്ട്. എക്കാലത്തും സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇപ്പോഴും കടുത്ത ആശങ്കയിലാണ്. അവരെ വിശ്വാസത്തിലെടുത്ത ആശങ്കകൾ പരിഹരിച്ച് ചേർത്തു നിർത്തുമോ അതോ വികസനത്തിന് അനിവാര്യമായിട്ടുള്ള ഇരകളാണ് ഇവരെന്ന് വിധിച്ച് അവഗണിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ചരിത്രം പറയാൻ പോകുന്ന കഥകളുമാണ്. പക്ഷേ വിഴിഞ്ഞത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നിർത്താനും കഴിയില്ല. SRCPക്കും ഇന്ന് അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച ഇതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ കാത്തു നിൽക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുമൊക്കെ ഒന്നറിയുക. കേരളത്തിൻ്റെ 3 പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് പരിസമാപ്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയപ്പെടുന്നത്, അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കപ്പെടുന്നത് ആരാണ് എന്നുള്ളതിൻ്റെ ചോദ്യം വളരെ വലുതാണ്. MV രാഘവൻ എന്ന് പറയപ്പെടുന്ന പഴയ ഒരു തുറമുഖ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു UDFൻ്റെ ഭരണകാലത്ത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ച ഒരാശയമായിരുന്നു 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ്. അതും മറന്നു പോകരുത്. മറ്റൊന്ന്, ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന കരുത്തുറ്റ ഒരു നേതാവ്, മുഖ്യമന്ത്രി, ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന സമയത്ത് അന്ന് ഈ തിരുവനന്തപുരത്തിൻ്റെ MP ആയിരുന്ന ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ അല്ലെങ്കിൽ വിമാനമാർഗം പോകുമ്പോൾ കണ്ടുമുട്ടിയ ഗൗതം അദാനിയുമായി സംസാരിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു ഡീഡ്, അതിൻ്റെ അതുകൂടി ചേർന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് ഒരു പദ്ധതിയിലേക്ക് അദാനിയെ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു 6700 കോടിയുടെ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ തിരുവനന്തപുരത്തിൻ്റെ MPയും ഒക്കെ ഇതിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതും മറന്നു പോകരുത്. SRCPക്ക് നേരെ വാളോങ്ങിയവർ, അദ്ദേഹത്തിൻ്റെ മൂക്ക് ചെത്തിയെടുക്കുവാൻ നടന്നവർ ഇന്ന് ആ SRCPയുടെ സ്വപ്നത്തിന് മുന്നിലും നിൽക്കുകയും ഒപ്പം അവരാണിത് കൊണ്ടുവന്നത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അടക്കം വാതോരാതെ പറയുകയും ചെയ്യുമ്പോഴും ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം ഈ 6700 കോടി രൂപയുടെ പദ്ധതികളെന്ന് പറയപ്പെടുന്നത് കൊണ്ടുവരുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഈ 6000 കോടിയുടെ അഴിമതി ആരോപണങ്ങളാണ് ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അന്ന് ഉന്നയിച്ചത് എന്നുള്ളത് മറന്നു പോകരുത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളെ ഒന്നും മറക്കാതിരിക്കട്ടെ. ഇവരുടെയൊക്കെ പൂർണ്ണ പിന്തുണയും സ്വപ്നങ്ങളുമാണ് നാളെ ഇവിടെ പൂവണിയാൻ പോകുന്നത്. പക്ഷേ ഇടതുപക്ഷം
അതിന് പലപ്പോഴും പാലം വലിച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോവുകയും ചെയ്യരുത്. അപ്പോഴും ഒരു കാര്യം മാത്രമാണ് പറയുവാനുള്ളത്, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വിഴിഞ്ഞം പദ്ധതി ഗുണപ്രദമാകട്ടെ. അതിലൂടെ വലിയ വികസന സ്വപ്നങ്ങൾ ഈ തിരുവനന്തപുരത്തിന് നൽകാൻ കഴിയട്ടെ.